ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പുറത്ത് പോവാൻ, അങ്ങനെ വേണമെങ്കിൽ പറയാം, ചവിട്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം ഇംഗ്ലീഷിൽ. അപ്പോൾ പുറത്ത് ഒരിത്തിരി പരിപാടികളുണ്ട്. നമ്മുടെ ആരും വീട്ടിൽ കയറി വിസിറ്റ് ചെയ്യാനല്ല പോകണോട്ടൊന്നും. ഇത് നമ്മൾ അല്ലറ ചില്ലറ പരിപാടികൾ. അക്ഷയയിലേക്ക് പോകണം, വീട്ടിലേക്ക് ഇതിൽ സാധനങ്ങൾ വാങ്ങിക്കണം, അങ്ങനെ. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ ബാങ്ക്, അങ്ങനത്തെ ഐറ്റംസ്, അങ്ങനത്തെ ഇത്തിരി പരിപാടികൾക്കാണ് നമ്മളിത് പുറത്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഞാനും അമ്മയും കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ 3 പേര് ഒരുമിച്ചാണ് പോകുന്നത്. അപ്പച്ചൻ വരുന്നില്ല, കാരണം അപ്പച്ചൻ വരാറില്ല മീൻസ് ഈ 8 വീഡിയോസിൽ അപ്പച്ചൻ പുറത്ത് വന്നിട്ടില്ലല്ലോ, പുറത്ത് പോയിട്ടില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ വെച്ചാണ്ടല്ലോ, അപ്പച്ചൻ ജസ്റ്റ് ഒന്ന് വീണിരുന്നു. അപ്പോൾ അപ്പച്ചൻ ജസ്റ്റ് വീണു. അപ്പോൾ പിന്നെ പ്രശ്നമുണ്ട് സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ആയുർവേദത്തിലേക്ക് നോക്കി അവർ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മരുന്നൊക്കെ ഇട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയിലാണ്. ഇതാണ് അപ്പച്ചൻ്റെ കാല്. ഇത് അവർ ആയുർവേദത്തിൽ എന്തൊക്കെയോ ചെയ്ത് വെച്ചതാണ് മുട്ടിൽ, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ പിന്നെ റെസ്റ്റ് എടുക്കാനാണ് അപ്പച്ചനോട് പറഞ്ഞത്. 3 ആഴ്ചയ്ക്കുള്ളിൽ മാറുന്നൊക്കെയാണ് പറഞ്ഞത്, അങ്ങനെ അറിയില്ല. അപ്പം ഞാനും അമ്മയും കൂടിയിട്ടാണ് പോകുന്നത്. ഇതിങ്ങനെ നിർബന്ധമായതുകൊണ്ടാട്ടെ പുറത്ത് പോകണം, ഇന്ന് തന്നെ പോകണം, അല്ലെങ്കിൽ തീർക്കണം. മമ്മി പോകണം മുമ്പ് മമ്മി ദുബായിലേക്ക് പോകും. ജൂലൈ 17-ാം തീയതി ആയിട്ട് മമ്മി ദുബായിലേക്ക് പോകും. അപ്പോൾ അതിന് മുമ്പ് പരിപാടികൾക്ക് തീർത്ത് വയ്ക്കാനാണ്. അപ്പോൾ പിന്നെ ഞാൻ അമ്മ മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വിശേഷങ്ങൾ. ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം എപ്പോഴത്തെ പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മീൻസ് ബാക്ക്ഗ്രൗണ്ട് ടോക്സ്. അപ്പോൾ അതുകൊണ്ട് എനിവേ നമ്മളിന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞുള്ളൂ. ഈ മഴ പെയ്ത് പെട്ടെന്ന് പെയ്യില്ല, പിന്നെ വീണ്ടും മഴയോ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. എന്തായാലും റെയിൻകോട്ടൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റെയിൻകോട്ട് വാങ്ങിച്ചത് കാട്ടിയില്ല ഓൾറെഡി. അപ്പോൾ നമ്മൾ റെയിൻകോട്ട് വാങ്ങിച്ചിട്ടൊക്കെയാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീടിൻ്റെ ചുറ്റുഭാഗം കാട്ടിയാൽ കേട്ടോ. അപ്പോൾ നമ്മുടെ മുമ്പിലത്തെ വീട്ടിൽ തന്നെ കുറേ പറമ്പൊക്കെ ഉണ്ട്, നല്ല രസമാണ്. അവിടെ കുളമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാട്ടിയതാണ്. ഇത് അമ്മയും ഇറങ്ങി, അപ്പോൾ അച്ഛൻ അവിടെ ഇരിക്കുന്ന നമ്മളിങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്, പക്ഷേ അത് നിർത്തിയില്ലേ ഗൈസ്, നിർത്താണ്ടത് പോയി. പിന്നെ നിർത്താണ്ട് പോയി. പിന്നെ നമ്മൾ അവിടുന്ന് മുസ്ലിം പള്ളി എന്ന് പറഞ്ഞ വഴിയുണ്ട്. അങ്ങനത്തെ ഒരു വഴിയാണ്. അതിൻ്റെ ആ വഴിയുടെ പേരാണ്, ഞങ്ങൾ വിളിക്കുന്ന പേരാണ് മുസ്ലിം പള്ളിയുടെ വഴി. അപ്പോൾ അതിവിടെ നടന്ന് ആ ഭാഗത്തെ ക്ലിപ്സ് ആട്ടത്. ഇനി നമ്മൾ ഇങ്ങനെ നടന്ന് അവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് കടക്കും. നമ്മുടെ വീട് വരുന്നത് അങ്ങനെ ഗ്രാമപ്രദേശം എന്നല്ല കേട്ടോ, നോർമൽ ഒരു ഏരിയ പോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് മരങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് കേട്ടോ. ഇത് കുറേ മരങ്ങളുണ്ട്, തേനീച്ചക്കൂട് ഉണ്ട്, അതിനും എടുത്തില്ല, പക്ഷെ തേനീച്ചക്കൂടൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ്, നമ്മൾ ഇനി ഓട്ടോറിക്ഷയിൽ കയറി. പെട്ടെന്ന് ഓട്ടോറിക്ഷയിൽ കയറിയില്ലേ, നമ്മൾ മെയിൻ റോഡിൽ വന്നപ്പോൾ ഓട്ടോറിക്ഷ കിട്ടിയതാട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോവാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് നമ്മൾ അക്ഷയയിലേക്കാണ്. അപ്പോൾ അക്ഷയയിലേക്ക് പോയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ അക്ഷയ എത്തിയിട്ടോ. ഇനി അവിടേക്ക് കയറി, അവിടെ ഒത്തിരി പരിപാടികളുണ്ട്. അപ്പോൾ പെൻഷൻ്റെ കാര്യത്തിനാട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിന് മുകളിലായിട്ടാണ് അക്ഷയ വരുന്നത്. ഞങ്ങൾ വന്നപ്പോൾ അധികം തിരക്കൊന്നുണ്ടായിരുന്നില്ല, 2-3 പേര് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ അക്ഷയ പരിപാടികളൊക്കെ തീർന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പോകുന്നത് സ്കാൻഡി എന്ന സ്ഥലത്തേക്ക്, ഐസ്ക്രീമിൻ്റെ സ്ഥലത്തേക്ക്. അവിടേക്ക് പോകാൻ കാരണം എനിക്ക് വരുന്നത് ഏത് സ്ഥലത്തേക്കാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെയാണ് മനസ്സിലാവേണ്ടത് ഇവിടേക്ക് വന്നപ്പോൾ. സോറി ഗൈസ്, ഇവിടെ വന്നപ്പോൾ സ്കാൻഡി എന്ന സ്ഥലമാണ്. ഞാൻ കുറച്ച് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങോട്ട് വന്നു, പക്ഷേ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഓപ്പണാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ്. അവിടെയാണ് സ്കാൻഡി എന്നൊക്കെ സ്ഥലം വരുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ സ്കാൻഡിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇവിടെ കയറി നല്ല ആംബിയൻസ് ആട്ടോ.
പിന്നെ എന്താ പറയുക, കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. ഗ്രേപ്പ്, വാട്ടർ ബേസ്ഡ് ഉണ്ട്, ക്രീം ബേസ്ഡ് ഉണ്ട്. വിലക്കുറവ് വാട്ടർ ബേസ്ഡ് ആണ്, ക്രീം ബേസ്ഡ് അല്ല. ക്രീം ബേസ്ഡ് എന്താ 25-30 വരും കേട്ടോ. നമ്മൾ വാട്ടർ ബേസ്ഡ് ഒരെണ്ണം വാങ്ങിച്ച്, ക്രീം ബേസ്ഡ് രണ്ടെണ്ണം വാങ്ങിച്ചു. പക്ഷെ കുറേ വീഡിയോസിൽ എല്ലാ ഐസ്ക്രീമും ട്രൈ ചെയ്യുന്നതായിരുന്നു നിങ്ങൾ കാണുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ആ കൂടി 3 ഐസ്ക്രീമാണ് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ, 3 ഫ്ലേവറിലെ ഐസ്ക്രീം. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് കാണാൻ നല്ല രസമാണ്, നല്ല ഭംഗിയുള്ള രസമാണ്. ഒറ്റയടിക്ക് എല്ലാം വാങ്ങിക്കേണ്ട, കാരണം എല്ലാം വെച്ചാൽ ചിലപ്പോൾ പനി പിടിക്കും, പ്രത്യേകിച്ച് മഴ സമയം. ഈ 3 ഫ്ലേവർ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ വേറെ ഫ്ലേവേഴ്സൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഒന്ന് സ്ട്രോബെറി, ബട്ടർ സ്കോച്ച്, ഗ്രീൻ ആപ്പിൾ, അത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് വരാം, വീണ്ടും ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ ഷോർട്സ് എന്തെങ്കിലും ഇടാം, വീണ്ടും ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണാം. നല്ല രസമല്ലോ, കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്, നല്ല ലാഭമാണ്. ഒറ്റയടിക്ക് എല്ലാതും വാങ്ങിച്ച് തൊണ്ട പോയ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മമ്മി ഗ്രീൻ ആപ്പിൾ കഴിക്കുന്നത്, ഞാൻ സ്ട്രോബെറി കഴിക്കുന്നു. ഇത് ഞാൻ സ്ട്രോബെറി കഴിക്കുന്ന വീഡിയോ ആണ്. പിന്നെ അമ്മ ബട്ടർ സ്കോച്ച് കഴിക്കുന്നത്, അത് ഞാൻ എടുത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഈ സ്ക്രീൻ ഒന്ന് ഇങ്ങനെ വരണമെന്ന് എനിക്ക് മനസ്സിലായിട്ട് വലിയവർക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ സ്കാൻഡി എന്നുള്ള സ്ഥലത്ത് നിന്ന് ഇറങ്ങാണ്. ബായ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, വീണ്ടും വരട്ടെ എന്ന് ആശംസിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ നേരെ ഓട്ടോറിക്ഷയിൽ കയറി ഇനി നമ്മൾ ബാങ്കിലേക്കൊന്ന് പോവുകയാണ്. ഇത്തിരി പരിപാടികളുണ്ടാവുക, ബാങ്കിലേക്കൊന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷ അവിടെ കിടക്കുന്നുണ്ട്. സ്കാൻഡിൽ നിന്ന് എൻ്റെ അഭിപ്രായത്തിൽ നല്ല നല്ല സ്ഥലമാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല വൈബൊക്കെ ഉള്ളതാണ്, നല്ല രസമാണ്, നല്ല വിലക്കുറവാണ്. അപ്പോൾ ഇതാ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എത്തി, അവിടേക്ക് കയറാണ് നമ്മൾ. ഇനി ഇതാ മമ്മി പൈസ കൊടുക്കുന്ന ഓട്ടോറിക്ഷയിലേക്ക് പൈസ കൊടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് കയറുന്നു. അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് അധികം ക്ലിപ്സൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ മൊബൈലിൽ ഒന്ന് റീചാർജ് കയറ്റാൻ വേണ്ടിയിട്ട് കയറാണ് നമ്മൾ. അപ്പം ഈ ഭാഗത്തേക്ക് ഉണ്ടോ നമ്മൾ നോക്കിയതാണ് കേട്ടോ പോയിട്ട്. പക്ഷെ ആ ഭാഗത്തൊന്നും ഇല്ല, ആക്ച്വലി ആ ഭാഗത്തൊന്നുമില്ല. അപ്പോൾ ആ ഭാഗത്തൊന്നുമില്ല റീചാർജ് ചെയ്യണ സ്ഥലം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ കുറേ പരിപാടികളുണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് കയറുകയാണ്. അതായത് നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറി നമ്മൾ അവിടെ നിന്ന് പോവുകയാണ്. ഇനി അങ്ങനത്തെ വിശേഷങ്ങൾ തന്നെ. നമ്മൾ പോകുന്നത് ചിപ്സ് വാങ്ങിക്കാനുള്ള കടയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഞാനീ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ കയറുന്നതൊക്കെ വീഡിയോസ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, അപ്പോൾ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോറിക്ഷയിൽ ഇറങ്ങിയതോ അവിടെയാണ് നമ്മൾ ചിപ്സ് ഫ്രൈ ചെയ്യുന്ന കട. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് പോകുന്നത്, എൻ്റെ വഴി തെറ്റി. ഇങ്ങോട്ട് തിരിഞ്ഞ് ഞാൻ നേരെ പോയി ആക്ച്വലി. എന്നിട്ട് അങ്ങോട്ട് പോയി കണ്ടോ, ഇങ്ങോട്ടാണ് ഞാൻ പോകണം, പക്ഷേ ആക്ച്വലി അങ്ങോട്ടാണ് പോകണമെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള കടയിലേക്ക് നമ്മൾ പോവാണ്. ക്രോസ് ചെയ്യാൻ കേട്ടോ. വണ്ടി ഇവിടുത്തെ വണ്ടി നിൽക്കില്ലല്ലോ, നമ്മുടെ ദുബായിലെ പോലെ വണ്ടികൾ കൈക്കാട്ടിയൊന്നും നിൽക്കില്ല. ഇതാണ് കട. ഇവിടെ ഞാൻ അടിപൊളിയാണ്. ഇവിടെ കുറേ എല്ലാ സാധനങ്ങളും കിട്ടും, മാക്സിമം സാധനങ്ങളും അവിടെ കിട്ടും. സ്വീറ്റ്സ് ആയാലും കിട്ടും, ബേക്കറി ഐറ്റംസ് ആയാലും കിട്ടും. ബേക്കറി മീൻസ് ബിസ്ക്കറ്റ് എന്നല്ല, ഇങ്ങനത്തെ വറവ് ഐറ്റംസൊക്കെ ലൈവായിട്ട് വറവ് ചെയ്യുന്നതാണ്. പിന്നെ ചായയൊക്കെ ഉണ്ട് കേട്ടോ, ചായ അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ പെട്ടെന്ന് മഴ പെയ്ത്, അപ്പോൾ പിന്നെ ഞങ്ങൾ ഞാൻ റെയിൻകോട്ട് ഇട്ട് കേട്ടോ. റെയിൻകോട്ട് ഇട്ട് നമ്മളിനി ഷോപ്പിംഗ് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഇവിടേക്ക് വന്ന് നോക്കാണ്. എന്താ സ്മാർട്ട് ബസാർ എന്നുള്ള കടയിലേക്ക് വന്ന് നോക്കാണ്. അവിടേക്ക് വന്ന് നോക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ഇത്തിരി സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണി അരി നോക്കുന്നുണ്ട്, അങ്ങനെ ഐറ്റംസൊക്കെ നോക്കി എടുക്കുന്നുണ്ട്. നമ്മളിതാ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. ഞാൻ ബിസ്ക്കറ്റ് മാഗിയൊക്കെ എടുത്തു. പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള പരിപ്പും അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്ത് നോക്കി. ശർക്കര അങ്ങനെയൊക്കെയാണ്, നല്ല രസമുണ്ട് എന്തായാലും. അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ പരിപാടികൾ. ഇന്ന് ഇത്ര തന്നെയാണ് ചെയ്തുള്ളൂ. നമ്മൾ നേരത്തെ പോയിട്ട് നമ്മൾ 1 മണിയൊക്കെ ആയപ്പോഴും വീട്ടിലെത്തിയിട്ടു. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ 2:30-ക്കാണ്. ഇവിടുത്തെ 2:30 വന്നപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടുത്തെ ഭാഗങ്ങൾ ഇങ്ങനെ
എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഭാഗം മാത്രം എടുക്കണുള്ളൂ. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. നല്ല ഓഫറാണ്. ഒരെണ്ണം വാങ്ങിച്ചാൽ ഒരെണ്ണം ഫ്രീ, അല്ലെങ്കിൽ ഒരെണ്ണത്തെ ആ സാധനത്തിൻ്റെ പകുതി വില, അങ്ങനെയൊക്കെ കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് ഫ്രീ അടി കിട്ടി. സംഭവം എന്നിട്ടെന്ന് വെച്ചാൽ ഒരു വാഷിംഗ് ലിക്വിഡ് വാങ്ങിച്ചപ്പോൾ അതിന് 1 കിലോ സവാള ഫ്രീ. അങ്ങനെ കുറേ പരിപാടികളുണ്ടാവുക അവിടെ സ്മാർട്ട് ബസാറിൽ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. എൻ്റെ ബിസ്ക്കറ്റിൻ്റെ ഏരിയയിലേക്ക് പോയിട്ട് ഞാൻ ബിസ്ക്കറ്റ് എടുത്തു കേട്ടോ. ഇത് ഞാൻ കാട്ടിയത്, ഇത് ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഈ സെയിം സംഭവം എടുത്തു. പക്ഷെ ഇതിനെക്കാട്ട് വില കുറവായിരുന്നു അന്ന്. ഇപ്പോൾ വില കൂടി, എന്താണെന്നറിയില്ല. അത് ഓരോ സമയത്ത് ഓരോന്ന് പോലെ ഇരിക്കും കേട്ടോ. എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല, ഓരോ ദിവസം ഓരോന്നാണ് കേട്ടോ. എപ്പോഴും ഞാനിങ്ങനെ ഫ്രീ എന്നൊന്നും പറയുന്നില്ല, ഓരോ ദിവസം ഓരോന്ന് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങോട്ട് പോയാൽ നല്ലതാണ്, നല്ല സംഭവം, നല്ലൊരു കടയാണ്. എന്നെ ഓർപ്പെടുത്തിയിട്ട് സൂപ്പറാണ്. നമ്മൾ ഇതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാനൊരു ബിസ്ക്കറ്റ് എടുത്തു, എന്താ യൂണിബിക്കിൻ്റെയോ അങ്ങനെ എന്തോ ഒരു ബിസ്ക്കറ്റ് എടുത്തു ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന കുക്കീസിൻ്റെ യൂണിബിക്കിൻ്റെ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തത്. ഓറിയോ എടുത്തില്ല, കാരണം ഓറിയോ എടുക്കാത്ത കാരണം മമ്മിക്ക് എൻ്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല ഓറിയോ. എനിക്ക് മാത്രം ഇഷ്ടമുള്ളൂ. ഇവർ കഴിപ്പാന്ന് പറഞ്ഞിട്ട് ഇവർ കഴിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ മാത്രം കഴിക്കണ്ടേ. അപ്പോൾ പിന്നെ എന്തായാലും വിചാരിച്ച് യൂണിബിക്ക് എടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതെടുത്ത് അവിടുത്തെ ചുറ്റും കാട്ടുന്നതൊക്കെയാണ്. മാൽക്കീസ്റ്റൊക്കെ ഉണ്ട്, ഒരു ഫ്ലേവറിലുണ്ട്. ചീസുണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. കുറേ സാധനങ്ങളുണ്ട് അവിടെ. എനിക്കങ്ങനെ വിവരിക്കേണ്ടതെന്ന് അറിയില്ല, കുറേ ഐറ്റംസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ പോയാൽ ഒരു ഇതായിരിക്കും, നല്ലൊരു കാര്യമാണ്. ഞാൻ എന്തൊക്കെയാണ് പറയണതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ജസ്റ്റ് ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് കയറി അങ്ങനെ. പിന്നെ നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം നല്ല മഴയുള്ള ദിവസമായിരുന്നു. പിന്നെ ആ ഭാഗങ്ങളൊക്കെ ഞാൻ ചുറ്റി ഫുൾ ഭാഗം എടുക്കുന്ന ഓട്സും എല്ലാ ഐറ്റംസും ഉണ്ട്, ഡ്രസ്സ് ഉൾപ്പെടെ ഉണ്ട് മുകളിൽ. ഞാൻ പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല. റെയിൻകോട്ട് എടുത്തിട്ട് എന്തൊക്കെയോ ഞാൻ കാട്ടി കൂട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇങ്ങനെ വീഡിയോയിൽ വർത്തമാനം പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കത് തിരുത്താമല്ലോ അടുത്ത വീഡിയോയിൽ. വീഡിയോ എടുക്കുന്നത് ക്ലിയർ, അതൊക്കെയാണ് നമ്മുടെ അടുത്ത സാധനം കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം. ഞാൻ വീണ്ടും ഇങ്ങനെ ഇത് വോയിസ് ഓവർ കൊടുക്കാൻ കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് വർത്താനം. അപ്പോൾ പിന്നെ ഈ കോപ്പിറൈറ്റായി പോവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വർത്താനം എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. എൻ്റെ റെയിൻകോട്ടൊക്കെ ഞാൻ അവിടെ എടുത്ത് കാട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഗൈസ്. എന്നാൽ ശരി, എന്നാൽ ബൈ. എന്നാൽ ഓക്കെ ഗൈസ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ.